2-3 ദിവസങ്ങൾ പകലാണോ രാത്രിയാണോ ഒന്നും അറിയില്ലാണ്ട് അങ്ങനെ കടന്നുപോയി. കിടന്ന കിടപ്പിലായിപ്പോയി. ഞാൻ മാത്രമല്ല, നമ്മുടെ പാറുക്കുട്ടനും. വൈറൽ ഫീവർ ആണോ ഫുഡ് പോയ്സൺ ആണോ ഒന്നും അറിയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ സംഭവിച്ചതെന്ന്. ബ്രെഡും കട്ടൻ കാപ്പിയായിരുന്നു ശരണം. അത് കഴിഞ്ഞ് ഇന്നലെ ഒന്ന് ഉഷാറായപ്പോൾ പെട്ടെന്നൊരു ക്രേവിങ്സ് രാത്രിയായപ്പോൾ മുട്ടക്കറിയും ഇടിയപ്പവും കഴിക്കാൻ. അപ്പോൾ തന്നെ മുട്ട പുഴുങ്ങാനിട്ടു. ഇടിയപ്പത്തിനുള്ള മാവ് അവിടെ സെറ്റാക്കി അത് തണുക്കാൻ മാറ്റി വെച്ച സമയത്ത് വേഗം തന്നെ ഞാൻ ആ മുട്ടക്കറി റെഡിയാക്കി കേട്ടോ. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്ക് എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഇടിയപ്പത്തിന് തേങ്ങ ചിരണ്ടിയത് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് വയ്യായി കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ബ്ലെൻഡറിലേക്ക് തേങ്ങ ചെറിയ പീസാക്കിയിട്ട് ഇട്ടു. പക്ഷേ ബ്ലെൻഡർ എന്നെ ചതിച്ചു കേട്ടോ. ബ്ലെൻഡർ തുറക്കാൻ പറ്റാണ്ടായിപ്പോയി. ഞാനാകെ പെട്ടു. ഒരു 10-15 മിനിറ്റ് ബ്ലെൻഡറും കൊണ്ട് അങ്ങനെ ഇരുന്നു. തുറക്കാനേ പറ്റുള്ളൂ. അവസാനം ഞാൻ നമ്മുടെ ചിരവ തന്നെ ശരണം മടിയ മല ചുമക്കും എന്ന് പറഞ്ഞ പോലെ ചിരവയിൽ തന്നെ ചിരണ്ടി എടുത്തിട്ടോ. അപ്പോഴത്തേക്കും ഇതൊക്കെ സെറ്റാക്കി. ബാക്കി വന്ന മാവ് കൊണ്ട് എൻ്റെ കലാവിരുതുകളാണ്. അതെല്ലാ പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചു. അതിന് ശേഷം വേഗം ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കഴിക്കാൻ സെറ്റായി വന്നതാണ്. ആദ്യം തന്നെ ആർത്തി പിടിച്ച ആ കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ ഞാൻ വായിലേക്ക് എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടിയപ്പമൊക്കെ വിളമ്പി പാറുവിനുള്ള വേറെ പാത്രത്തിലാക്കിയിട്ടാണ്. അവൾക്ക് എരിവില്ലാതെ മുട്ട പുഴുങ്ങിയത് മാത്രം കുറച്ച് 1, 2, 3 ഇടിയപ്പത്തിൻ്റെ കുഞ്ഞ് പീസുകൾ. അവളത് കഴിക്കില്ല, മുട്ടയുടെ ഉണ്ണി മാത്രമേ കഴിക്കുള്ളൂ. അതും ആക്കി ഞാനും പാറുവും കൂടി നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പുതിയ പടം വന്നിട്ടുണ്ട്, ഓഫീസർ. അത് കാണാൻ വേണ്ടി അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവൾ TV വെച്ച് അവളും വന്നിരുന്നോളൂ കേട്ടോ. അവൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ പ്ലേറ്റിൽ എന്താണെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ് അവൾക്ക്. അവളുടെ ഫുഡ് തന്നെയാണോ ഞാൻ കഴിക്കണത്, അല്ലെങ്കിൽ എൻ്റെ വേറെ എന്താ കളർ വ്യത്യാസം എന്നൊക്കെ എപ്പോഴും വന്നിട്ട് സെർച്ചിങ് ആണ്. കണ്ടില്ലേ, എന്നിട്ട് മണം പിടിക്കില്ല. ഇതൊക്കെയാണ് അവളുടെ പണി. അവളുടെ ഫുഡ് തൊട്ടപ്പുറത്തന്നെ പാത്രത്തിലുണ്ട്. പക്ഷേ എൻ്റെ വന്നിട്ട് അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പനിയൊക്കെ ഒന്ന് കുറഞ്ഞു, ഉഷാറായിട്ടുണ്ട്. എന്നാലും അങ്ങോട്ട് ക്ഷീണം മാറിയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെയായിരുന്നു. ഛർദിലും പനിയും ലൂസ് മോഷനും എല്ലാം.